ഓം ശാന്തി. ഇന്ന് വളരെ വണ്ടർഫുള്ളായിരിക്കുന്ന ഒരു മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിക്കൊണ്ട് വളരെ വേഗത്തിൽ സ്വന്തം ഊർജത്തെ ഉപയോഗിച്ചുകൊണ്ട് സരളമായൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ, അഥവാ ധനത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിക്കൊണ്ടുള്ള ഒരു എളുപ്പ വഴിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ദിവസം എത്രയോ സംസാരിക്കാറുണ്ട് അല്ലേ? വേണ്ടതും വേണ്ടാത്തതുമായിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നവരുണ്ട്. തമാശ എന്ന് പറഞ്ഞിട്ട് പോലും എന്തൊക്കെയോ സംസാരിച്ചു കൂട്ടുന്നവരുണ്ട്. പലപ്പോഴും തമാശ എന്ന് പറഞ്ഞ് കാണുന്നതായിട്ടുള്ള കാര്യങ്ങൾ, കേൾക്കുന്നത് കാര്യങ്ങൾ, സമയം പോക്കിന് കാണുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ വ്യർത്ഥമായിരിക്കുന്ന വാക്കുകളുടെ ഒരു പ്രവാഹം നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പരിശോധിച്ച് നോക്കിയാൽ അറിയാം. ഒരു ദിവസം നിങ്ങൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് തിരിച്ച് നമുക്കത് കേൾക്കാൻ സാധിച്ചാൽ അതിലെത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ അത് വളരെ കുറച്ചായിരിക്കും. അധികവും നമ്മൾ തമാശയായിട്ടോ എന്തോ സംസാരിച്ചിരുന്ന് നേരം കളഞ്ഞിട്ടോ പല വാക്കും നമ്മൾ പറയാറില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷേ നമ്മളറിയാത്ത വലിയൊരു സീക്രട്ട് എന്തറിയോ? നമ്മുടെ വാക്കുകൾ എന്ന് പറയുന്നത് ഇത് വെറും ശബ്ദമല്ല. ഈ വാക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ധനത്തെ ആകർഷിച്ചു കൊണ്ടുവരാൻ വേണ്ടിക്കൊണ്ട്, സമൃദ്ധിയെ ആകർഷിച്ചു കൊണ്ടുവരാൻ വേണ്ടിക്കൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ നല്ല ബന്ധങ്ങളെ ആകർഷിച്ചു കൊണ്ടുവരാൻ വേണ്ടിക്കൊണ്ട് എന്തിനും വേണ്ടതായിരിക്കുന്ന ഒരു പവർഫുൾ ടൂളാണ്, ഒരു പവർഫുൾ വെപ്പണാണെന്ന് പറയാം. പവർഫുൾ ആയിരിക്കുന്ന ശക്തമായ ഉപകരണമാണ് നമ്മുടെ വാക്കുകൾ എന്ന് പറയുന്നത്. വാക്കുകളെ കൃത്യമായി സമയാനുസാരം ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിലെ ധനത്തിൻ്റെ ബ്ലോക്കുകളെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതിന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു കാര്യം സംസാരിക്കുമ്പോൾ ശബ്ദോർജ്ജത്തെക്കുറിച്ച് ഞാനും നിങ്ങളും എല്ലാവരും പഠിച്ചവർ തന്നെയായിരിക്കും. ശബ്ദം യാത്ര ചെയ്യുന്നത് നമ്മൾ പറയുക ശബ്ദവീജികൾ എന്ന് പറയാറുണ്ടല്ലോ. അത് തരംഗങ്ങളായിക്കൊണ്ട് ഈ അന്തരീക്ഷത്തിലേക്ക് മുഴുവൻ യാത്ര ചെയ്യുകയും ഊർജം ചുറ്റും അതിൻ്റെ എനർജി വ്യാപിപ്പിച്ചുകൊണ്ട് ആ എനർജി പ്രപഞ്ചത്തിലേക്ക് ലയിച്ചു ചേരുകയും ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നതായിരിക്കുന്ന വാക്കുകൾ നമ്മുടെ ഉള്ളിൽ എത്രമാത്രം പ്രഭാവം ഉണ്ടാക്കും എന്നുള്ള കാര്യവും നമുക്കറിയാം. പലപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം, ഒരു വാക്ക് ആവർത്തിച്ച് പറഞ്ഞ് അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ട് നിങ്ങൾ കാണാറുണ്ട്. അത് നല്ല വാക്കാവാം, കളിയാക്കുന്ന കാര്യങ്ങളാവാം, പലതും അങ്ങനെയാണ്. കൊച്ചുമക്കളെ പലതും നമ്മൾ പഠിപ്പിക്കുക, ഒരു കാര്യത്തെ ആവർത്തിച്ച് പറയിപ്പിച്ചിട്ടാണ് ആ കാര്യം അവരെ കൊണ്ട് പഠിപ്പിക്കുന്നത്, അവരുടെ ഉള്ളിൽ തറപ്പിക്കുന്നത്. ഇതേ കാര്യം നല്ല കാര്യമാണ് ജീവിതത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതെങ്കിൽ നല്ല കാര്യവും, മോശം കാര്യമാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നതെങ്കിൽ മോശമായിരിക്കുന്ന ഒരു ഊർജ്ജവും നമുക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്യുകയാണ്, നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ശക്തമായൊരു അനുഭൂതിയായിക്കൊണ്ട് നമ്മളതിനെ റെക്കോർഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് ദിവസവും നമ്മൾ കുറച്ച് സമയം നമ്മുടെ പോസിറ്റീവായിരിക്കുന്ന വാക്കുകളുടെ ഒരു ശക്തി നിർമ്മാണം നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് ധനത്തിൻ്റെ പ്രവാഹത്തെ കൊണ്ടുവരാൻ സാധിപ്പിക്കുക തന്നെ ചെയ്യും. നമ്മൾ ദിവസവും നോക്കി ഈ ജിമ്മിനൊക്കെ പോകുന്ന ആൾക്കാർ ആദ്യത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും ഒരു വ്യായാമം ആരംഭിക്കുമ്പോൾ, അത് ജിമ്മായിക്കോട്ടെ അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഡാൻസ് ആയിക്കോട്ടെ, എയ്റോബിക്സ് ഡാൻസ് ആവട്ടെ, വാക്കിംഗ് ആവട്ടെ, ശരീരത്തിന് എഫക്റ്റ് ആവുന്ന രീതിയിൽ, മസിൽസിന് എഫക്റ്റ് ആവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു വ്യായാമം നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്കതൊരു വേദന തോന്നും, കുറച്ച് നാൾ കഴിഞ്ഞാൽ അതൊരു സ്ട്രെങ്ത്തിലേക്ക് മാറ്റപ്പെടും. അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായിരിക്കുന്ന ഘടകങ്ങൾ മാത്രമല്ല, മനസ്സിൽ നിരന്തരമുണ്ടാകുന്ന സങ്കല്പങ്ങളും വായിൽ നിന്ന് പുറത്തേക്ക് നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ഊർജ്ജവും, ഇതും രണ്ടും തമ്മിൽ പ്രത്യേകമായിട്ടുള്ളൊരു അലൈൻമെൻറ്റിൽ വരികയും അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ ന്യൂറോൺ പാത്വേസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഈ ന്യൂറോൺ പാത്വേസിനെ വേറൊരു ഭാഷയിൽ നമുക്ക് പറയാം നമ്മുടെ സങ്കല്പങ്ങളുടെ, വാക്കുകളുടെ, അതിന് നിരന്തരമായിട്ട് എനിക്ക് ധനം ആകർഷിക്കണം എന്ന സങ്കല്പത്തോടു കൂടി എന്ത് ചെയ്യാനാ, എൻ്റെ വിധി ഇങ്ങനെയായിപ്പോയി, എന്തുണ്ടാക്കിയിട്ട് എന്ത് കാര്യം, എനിക്കൊന്നും ഉപയോഗിക്കാനതായിട്ടുള്ള ഭാഗ്യമില്ല, എന്തിനാ ഞാൻ എല്ലാം നേടുന്നത്, എല്ലാം ഒഴുകി പോവുകയുള്ളൂ,
കഷ്ടപ്പെട്ട് ഇത്തിരി ഉണ്ടാക്കുന്നത് കൊണ്ട് രണ്ടറ്റം മുട്ടിക്കാൻ ഞാൻ വലിഞ്ഞു ജീവിക്കുന്ന ജീവിതമാണ്. ഭഗവാനെ, നീ എന്തിനാണ് എന്നെ അങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഇതെൻ്റെ വിധിയായി പോയല്ലോ, കഷ്ടമാണ് എന്ന് പറഞ്ഞ് എത്ര സന്ദർഭങ്ങളിൽ, എത്ര വാക്കുകളിൽ. ഇനി അതിലുമുപരിയായിക്കൊണ്ട് പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, ധനം, പണം മരത്തിൽ കായ്ക്കുന്നതൊന്നുമല്ല, അല്ലെങ്കിൽ പണം കുഴിച്ചെടുക്കുന്നതൊന്നുമല്ല. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ധനത്തിന് വാല്യൂ ഉള്ളൂ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടും കേട്ടും പറഞ്ഞും ഉറപ്പിച്ചുമായിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു നിമിഷം നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന എത്ര ദിവസങ്ങളുണ്ടോ ആ ദിവസങ്ങളെയൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മളിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിച്ചതായിരിക്കുന്ന നെഗറ്റീവായ ഊർജത്തിൻ്റെ കണക്ക് അത് എണ്ണമറ്റതായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ജീവിതത്തിൽ കുറച്ചൊക്കെ കഷ്ടവും സങ്കടവും സഹിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ ഈ ധനത്തിൻ്റെ പ്രയാസങ്ങൾ ഓർത്ത് എത്രയോ ദിവസം രാത്രികളിൽ കരഞ്ഞ് തലയണ നനച്ചവരുണ്ടായിരിക്കും. ബാത്റൂമിനുള്ളിൽ ആരും കാണാതെ പോയിട്ട് ഏങ്ങലടിച്ച് കരഞ്ഞവരുണ്ടായിരിക്കും. ആരും അറിയാതെ നെഞ്ചത്തടിച്ചത് കരഞ്ഞവരുണ്ടായിരിക്കും. എന്തെല്ലാം വേദനകൾ. ഈവൻ ചില ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ അവരുടെ ഏങ്ങലടിച്ചുകൊണ്ടതായിട്ടുള്ള ആ കരച്ചിൽ കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ തന്നെ ആ വേദന ഉണ്ടാക്കുന്ന രീതിയിൽ അത്രയും ദുഃഖവും വേദനയും അനുഭവിച്ചിട്ടുണ്ടാവും. എന്തെല്ലാം വാക്കുകൾ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ നെഗറ്റീവ് എനർജിയുടെ എത്ര ശക്തമായൊരു ഫ്ലോ ആണ് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇപ്പുറത്ത് കാര്യം മനസ്സിലാവാൻ തുടങ്ങിയപ്പോൾ കുറച്ചൊക്കെ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ടോ? എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കാണുന്നവരുടെ, ഞാൻ ഇന്നത്തെ വീഡിയോൻ്റെ അടിയിലുള്ളതായിരിക്കുന്ന കമൻസ് കാണുമ്പോൾ എനിക്ക് സന്തോഷത്തിന് സഹിക്കാനാവുന്നില്ല. കാരണം ഇത്രയും സ്നേഹം, നിങ്ങളുടെ ഓരോ വാക്കുകളും എനിക്കുള്ള ആശീർവാദങ്ങളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഇത്തരം വീഡിയോ വേണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എനിക്ക് വലിയ ട്രോഫി തന്നാൽ അതിനേക്കാളേറെ സന്തോഷം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒന്ന് തരാൻ ഈശ്വര നീ എന്നെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആക്കിയല്ലോ എന്ന് ഓർക്കും എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞു പോവുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ കഴിഞ്ഞ ദിവസവും നിങ്ങളോട് പറഞ്ഞു, ഒരിക്കൽ കൂടി എനിക്ക് നിങ്ങളോട് എൻ്റെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ആശീർവാദങ്ങൾക്കും നിങ്ങളുടെ സപ്പോർട്ടിനും നിങ്ങളുടെ കമൻസ് ഇടുന്ന സമയത്ത് ഒരിക്കലും മടിക്കരുത്. ഒരു വീഡിയോനുള്ളിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു താങ്ക് യു, അല്ലെങ്കിൽ ഒരു ഓം ശാന്തി, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും നിങ്ങൾ തരുന്ന സന്ദർഭത്തിൽ അത് എന്തുമാത്രം ആശീർവാദമാണെന്നറിയോ എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് ഇനിയും തരണം. നിങ്ങളുടെ എല്ലാ ആശീർവാദങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഒപ്പം നിങ്ങൾ ആ വാക്കുകൾ നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളും കൂടിയാണ്. നമുക്കറിയാം, ഒരാളുടെ അടുത്ത് ഈവൻ നമ്മൾ പെട്രോൾ ബങ്കിൽ പെട്രോൾ അടിച്ചിട്ട് അവർ ബില്ല് തരുമ്പോൾ ഒരു താങ്ക് യു എന്ന് അവരോടൊന്ന് സംസാരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളെ ബ്ലെസ് ചെയ്യുകയാണ്. ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം തരുന്ന സന്ദർഭത്തിൽ ആ വെള്ളം കിട്ടുമ്പോൾ താങ്ക് യു എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് സന്തോഷമാണ് കൊടുക്കുന്നത്, നമുക്ക് ബ്ലെസ്സിങ് ആണ് തരുന്നത്. അതുകൊണ്ട് നമ്മുടെ ബ്ലെസ്സിങ്ങുകളുടെ എണ്ണം നമ്മൾ കണക്കാക്കി നോക്കണം. നമ്മളെ തന്നെ ശപിച്ചതായിരിക്കുന്ന, നമുക്ക് തന്നെ ഉണ്ടാക്കി വെച്ച ബ്ലോക്കുകളുടെ എണ്ണം ഒന്ന് നോക്കണം. ജീവിതത്തിൽ നമ്മുടെ നാട്ടിലധികവും ഒരു 90% നോക്കിയാലും സാധാരണ ജീവിതത്തിൽ ജീവിക്കുന്നവരാണ്, സാധാരണക്കാരാണ് നമ്മൾ പറയും. ആ സാധാരണക്കാരുടെ ജീവിതത്തിൽ പലപ്പോഴും ഒന്നുകിൽ സംബന്ധങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ധനത്തിൻ്റെ പേരിൽ ഒരുപാട് സംഘർഷങ്ങൾ നിറഞ്ഞ ജീവിതത്തിലൂടെയാണ് അധികം മനുഷ്യന്മാരും ജീവിക്കുന്നത്. ഈ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് അയച്ചു വിട്ട അസ്ത്രങ്ങളുടെ എണ്ണം നോക്കിയാൽ തലയുടെ മേലെ നമുക്ക് കനം കയറ്റി വെച്ച പോലെ തോന്നിപ്പോൾ. സോ ഹാർഡ്. സാരമില്ല, നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവൻ ഒന്ന് പോയിട്ട് ഒരു ടൈം മെഷീൻ എടുത്തിട്ട് 2 വയസ്സോ 3 വയസ്സോ ഉള്ള സമയത്ത് അങ്ങ് പോയി ഇതൊക്കെ അങ്ങ് ക്ലോസ് ചെയ്തിട്ട് നല്ലത് മാത്രം പറഞ്ഞ് വരാൻ പറ്റുമോ? ഇമ്പോസിബിൾ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു മന്ത്രത്തിനെ, ഈ വാക്കുകളെ നേരെ ഓപ്പോസിറ്റായിട്ട് പോസിറ്റീവായിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പവർഫുൾ തോട്ടായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വാക്കുകൾ തന്നെ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാനും അധികം വൈകാതെ വലിയ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാനും കാരണമാവും. അതിൽ നമ്മൾ കെയർഫുൾ ആവണമെന്ന് മാത്രം. പക്ഷേ യാത്ര മുന്നോട്ട് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഫോഴ്സിൽ നിങ്ങൾ എനർജി ഉപയോഗിച്ചാൽ ഒന്ന് പോസിറ്റീവ് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ എൻ്റെ അനുഭവം പറയുക കേട്ടോ, നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള യാത്രയ്ക്ക് തുടങ്ങുമ്പോൾ വലിയ ലക്ഷ്യവുമായി വലിയ സ്വപ്നവുമായി നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും താഴെ സമ്പാദ്യം അറ്റം 2 അറ്റം മുട്ടിക്കുന്ന കാര്യം പോട്ടെ, ഒരുപാട് കടക്കെണിയിലും കൂടിയുള്ള അവസ്ഥയാവുമ്പോൾ, എന്നുവെച്ചാൽ ഞാൻ ഭൂമിയിലുമല്ല അതിന് താഴെ പോയിരിക്കുകയാണ് സാമ്പത്തികമായ അവസ്ഥ നോക്കുമ്പോൾ, അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്ന് കയറാൻ വേണ്ടിക്കൊണ്ട്
മനസ്സിനെ പൂർണ്ണമായും ശാന്തമാക്കി ശക്തമാക്കി മെഡിറ്റേറ്റ് ചെയ്ത് പവർ ആർജിച്ച് നമ്മുടെ ഊർജ്ജം നിറച്ച് മുന്നോട്ട് പോകാനുള്ള സ്റ്റെപ്പ് വെച്ച് നിങ്ങൾ പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഞാൻ കണ്ടിട്ടുള്ളത്, ഈ പ്രകൃതി അങ്ങനെയൊന്നും വെറുതെ വിടില്ല. ഈ വൈബ്രേഷൻ, നമ്മുടെ കാർമിക് അക്കൗണ്ട്സ് അത്ര വേഗമൊന്നും നമ്മൾ വെറുതെ വിടില്ല. അങ്ങനെ സന്തോഷിച്ച് പോകാൻ സമ്മതിക്കില്ല. മറിച്ച് എന്ത് വേണ്ടി വരും? നമ്മളുള്ള ഊർജ്ജത്തെ ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് പലപ്പോഴും നിങ്ങളെല്ലാം ക്ലീനാക്കി ക്ലിയറാക്കി മെഡിറ്റേഷൻ ചെയ്തു, വേർഡ്സൊക്കെ പറഞ്ഞു, നമ്മളല്ലെങ്കിൽ വെള്ളം ചാർജ് ചെയ്തു, ഉപ്പുവെള്ളത്തിന് ഉപയോഗിച്ചു, എല്ലാം കഴിഞ്ഞ് വരിക. ആ സമയത്തായിരിക്കും കടം കൊടുക്കാനുള്ള ഒരാൾ, അഥവാ കടം വാങ്ങാനുള്ള ഒരാൾ, അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും അക്കൗണ്ടായിട്ട് ഒരാൾ, അല്ലെങ്കിൽ കുത്തിപ്പറയാനൊരാൾ, ഇങ്ങനൊരാൾ നമ്മുടെ മുന്നിൽ വരുന്നത്. അറിയാതെ അന്നത്തെ മുഴുവൻ ഊർജ്ജവും ചോർന്നു പോയി കുറച്ചും കൂടെ താഴേക്ക് വീണു പോകുന്ന രീതിയിൽ സംസാരിച്ചും പോവും. അത്തരം ഒരു വ്യവഹാരം നമ്മുടെ അടുത്ത് ഉണ്ടാകുമ്പോൾ എത്ര ദൂരം നിങ്ങൾ മുന്നോട്ട് വന്നോ അതിൻ്റെ ഇരട്ടി താഴോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ശ്രദ്ധിച്ചേ പറ്റൂ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 1, 2, 3, 4 ഇങ്ങനെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ പോകും തോറും നമ്മുടെ യാത്ര ഒരുപാട് കെയർഫുൾ ആവണം. എത്ര ഹൈറ്റിൽ നിന്ന് വീഴുന്നോ അത്രയും കൂടുതലായിരിക്കും അപകടം ഉണ്ടാവുന്നത്. അതുപോലെ ഇനിയും ശക്തമായ മനസ്സ് ക്രിയേറ്റ് ചെയ്ത ശേഷം അതിനുള്ളിലൊരു നെഗറ്റീവ് സങ്കല്പം ശക്തമായിട്ട് വരുമ്പോൾ അത് താഴേക്ക് വലിച്ചു പോകും. അതുകൊണ്ട് ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാക്കുകൾ കൊണ്ട് നമ്മളെ തന്നെ ബ്ലെസ് ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ മണി മസിൽ എന്നാണ് ഞാൻ അതിന് പേര് കൊടുക്കുന്നത്. ഞാനൊരു ബുക്കിൽ വായിച്ചു, ഒരു ലേഡി എടുത്ത് വായിച്ചു, മണി മസിൽ എന്ന വാക്ക്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു പോയി. ഞാനും ആ വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സങ്കല്പിച്ച് ബ്രെയിനിൽ അത്തരം ന്യൂറോൺ പാത്വേ സെറ്റ് ആവുമ്പോൾ അതിന് വിളിക്കുന്ന മനോഹരമായിരിക്കുന്ന പേരാണ് മണി മസിൽ എന്ന്. ആ മണി മസിൽ വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കൂ. സാധാരണ ശരീരത്തിൻ്റെ മസിൽ വ്യായാമം ചെയ്യുന്തോറും ശക്തമായിക്കൊണ്ടിരിക്കും പോലെ മണി മസിലും അങ്ങനെ തന്നെയാണ്. അതിന് പോസിറ്റീവ് അഫർമേഷൻ കൊടുത്ത് നല്ലത് കേൾപ്പിച്ച് പറഞ്ഞ് അതും പവർഫുൾ ആവും തോറും നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വളരെ വേഗത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ സാധിക്കും. ഇടയ്ക്കുണ്ടാകുന്ന ഈ വിഘ്നങ്ങളെ, നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളായിട്ട് ഓരോരുത്തരുടെ കുത്തിപ്പറയലായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരത്തിലുണ്ടെങ്കിൽ അതിനൊരിക്കലും ടൂ മച്ച് വാല്യൂ കൊടുക്കരുത്. അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് മുന്നോട്ട് പോകാൻ പറ്റണം. അവിടെ ഒന്നാമത്തെ വാചകം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് ചെയ്യും മുന്നേ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട്. അതായത് രാവിലെ എപ്പോഴെങ്കിലും നേരത്തെ ഏതെങ്കിലും വാക്ക് പറഞ്ഞത് തീർച്ചയായിട്ടും എഫക്റ്റ് ഉണ്ടില്ലെന്നല്ല കേട്ടോ, നമ്മൾ നേരത്തെ കണ്ടല്ലോ. അതേസമയം നിങ്ങൾ ഊർജം നിറച്ച സങ്കല്പങ്ങൾ പ്രകൃതിയിലേക്ക് ഊർജമായി പ്രസരിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ അതിന് കുറച്ച് പ്രിപ്പറേഷൻ കൂടി ആവശ്യമാണ്. ഏറ്റവും നല്ല സമയം ഏർലി മോർണിംഗ്. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏർലി മോർണിംഗ് അവേഴ്സ് ഉണർന്നു ഉടനെയുള്ളതായിരിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ വ്യക്തി പരിവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾഡൻ മുഹൂർത്തങ്ങളാണ്, ഗോൾഡൻ മൊമെൻറ്റ്സ് നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം. അതുകൊണ്ട് രാവിലെ ഉണർന്ന ഉടനെ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടതായിരിക്കുന്ന കാര്യം, ഫസ്റ്റ് തോട്ട് നമ്മൾ വിചാരിക്കുക, ധനം എന്ന് പറയുന്നത്, ധനം അത് എളുപ്പമായി എന്നിലേക്ക് നിരന്തരമായി കേട്ടോ. എളുപ്പമായി എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിക്കുന്നതോടുകൂടി കഷ്ടപ്പെട്ടാൽ മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റൂ എന്ന് നമ്മൾ ഉറപ്പിച്ചു വെച്ചതായിരിക്കുന്ന ആ ഫീലിംഗ് നമ്മൾ കട്ട് ചെയ്യുകയാണ്. നിരന്തരമായി 2 ദിവസം 4 ദിവസം വന്ന ശേഷം ആ ഇൻകം അവിടെ കട്ടാവില്ല, അത് നിരന്തരമായിട്ട് വരും എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന് പരിശ്രമമില്ലാതെ. അതുകൊണ്ട് വാചകം ഞാൻ എടുത്ത് പറയുകയാണ്. ഈ വാചകം സിസ്റ്റർ പറയുമ്പോൾ അതിന് നോട്ട് ചെയ്തെടുക്കണേ. ധനം എളുപ്പമായി അനായാസമായി എന്നിലേക്ക് ഒഴുകിയെത്തുന്നു. അനായാസമായി എന്ന് പറയുമ്പോൾ രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട് കിട്ടുന്ന കുറച്ച് പൈസ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. ഉള്ളതിൽ സന്തോഷിക്കേണ്ടെന്നല്ല, അതിലേ സന്തോഷിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതായിരിക്കുന്ന ഉറപ്പിച്ചു വെച്ച നമ്മുടെ ഒരു ബിലീവ് സിസ്റ്റം ഉണ്ട്. അതിനെ ബ്രേക്ക് ചെയ്യിക്കാൻ വേണ്ടിക്കൊണ്ട് ധനം എന്ന് പറയുന്നത് നമ്മളെന്തോ അത് നമ്മളിലേക്ക് ആകർഷിക്കുന്ന സാധനമാണ്. അത് ഒഴുകി വരുന്ന സാധനമാണ്, കറൻസിയാണ്, കറണ്ടാണ്, ടു ഫ്ലോ ആണ്, ഇവിടെ വന്ന് നിൽക്കാനുള്ളതല്ല. അതുകൊണ്ട് ആ എല്ലാ വിധത്തിലുള്ളതായിട്ടുള്ള ബ്ലോക്കും റിമൂവ് ചെയ്യാനുള്ള മനോഹരമായിരിക്കുന്നൊരു വാചകമാണ് ധനം എളുപ്പമായി അനായാസമായി എന്നിലേക്ക് ഒഴുകി എത്തുന്നു. ഫീൽ ചെയ്യുക, കാണുക. ഒരു വെള്ളം ഒഴുകി വരും പോലെ, ഒരു നദിയിൽ നിന്ന് ജലം ഒഴുകി പോകും പോലെ, ഒരു ജലധാരയിൽ നിന്ന് വെള്ളം ഒഴുകി വീഴും പോലെ നിങ്ങളുടെ ഭാവനകൾക്കനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കാണാം. അത് ഒഴുകി നമ്മളിലേക്ക് നിറഞ്ഞു വീണുകൊണ്ടേയിരിക്കുന്നത് ഫീൽ ചെയ്തുകൊണ്ട് കണ്ടുകൊണ്ട്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് നോട്ട് കെട്ടുകൾ കിട്ടിയില്ലെങ്കിൽ ഒരു സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞുതരാം. നല്ല പേപ്പർ കട്ട് ചെയ്യുക,
നോട്ട് കെട്ട് പോലെ ഉണ്ടാക്കുക. എന്നിട്ട് കണ്ണടച്ചിരുന്നിട്ട് അത് നമ്മുടെ തലയുടെ മുകളിൽ കൂടെ അങ്ങനെ ഇട്ട് നോക്കുക. അത് നമ്മൾ ഒഴുകി പോകുമ്പോൾ ആ ടച്ച് ചെയ്ത് ഒഴുകുന്നതായിട്ട് ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യാമല്ലോ. നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാമല്ലോ നമ്മുടെ ഉള്ളിൽ, ഫിസിക്കൽ ടച്ചിങ്. അത് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ഒരു 10, 20, 25 നോട്ടുകൾ എടുത്തിട്ട് 10 രൂപയായാലും കുഴപ്പമില്ല, 50 രൂപയായാലും കുഴപ്പമില്ല, ഏത് നോട്ടായാലും കുഴപ്പമില്ല, ആ നോട്ട് കുറച്ച് കെട്ടാക്കിയിട്ട് പിടിച്ച് മേലെ കണ്ണടച്ചിരുന്ന് തലയുടെ മുകളിൽ ഇങ്ങനെ ഇട്ട് നോക്കുക. അത് ഒഴുകട്ടെ. നമ്മുടെ മേലൂടെയൊക്കെ ഒഴുകുമ്പോൾ അതിൻ്റെ സ്പർശനത്തിൽ ഒഴുകി പോകുന്നത് ഫീൽ ചെയ്ത് നോക്കും. അതുപോലെ ഒരു പ്രവാഹം, അത് മേലെ നിന്ന് പ്രവാഹമായിട്ട് സ്വർഗംഗ പോലെ ഒഴുകി വരുന്നത് കാണാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒഴുകി നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കാണാം. ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ഈ കാര്യത്തെ നിങ്ങളിലേക്ക് ഒഴുകി വരുന്നതായിട്ട് കാണണം. ഇതാണ് ഒന്നാമത്തെ വാചകം. ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, ധനം എളുപ്പത്തിൽ അനായാസമായി എന്നിലേക്ക് ഒഴുകി എത്തുന്നു. ധനം അനായാസമായി എളുപ്പത്തിൽ എന്നിലേക്ക് ഒഴുകി എത്തുന്നു. ഇതാണ് ഒന്നാമത്തെ വാചകം. രണ്ടാമത്തെ വാചകം, ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെ മാറ്റിമറിക്കുന്ന സാധനമാണ്. ഐ ആം ദ മണി മാഗ്നറ്റ്. ഞാൻ ധനത്തിൻ്റെ കാന്തമാകുന്നു. ഈ കാന്തം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു സ്ഥലത്ത് കാന്തം കൊണ്ടുവച്ചാൽ അതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആകർഷിക്കപ്പെടും ഇരുമ്പ്. അവിടെ ഇരിക്കുന്നുണ്ട് എങ്കിൽ കാന്തം അവിടെ ഉണ്ടെങ്കിൽ ആകർഷിക്കപ്പെടാതിരിക്കില്ല. ഇനി വലിയ ഇരുമ്പാണ്, നിങ്ങൾ കാന്തത്തിന് ഇങ്ങോട്ട് ആകർഷിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും കാന്തം ഒട്ടാതിരിക്കില്ല. നിങ്ങളെന്ന് പറയുന്ന ആകർഷിക്കുന്ന ധനത്തിൻ്റെ കാന്തം എന്ന് പറയുമ്പോൾ ഫീൽ ചെയ്ത് നോക്കണം. നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രകമ്പനങ്ങൾ ചുറ്റും ഗോൾഡൻ റേസ് ചുറ്റും പ്രകമ്പനങ്ങളായിട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ആ പ്രകമ്പനങ്ങളെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ളതായിരിക്കുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ള ഗിഫ്റ്റ് മുഴുവൻ, ധനം, സ്വർണം, എന്തെല്ലാമാണോ അതെല്ലാം ഊർജ്ജം ഇങ്ങനെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരും പോലെ, കാന്തം വലിച്ചെടുക്കും പോലെ ധനം നിങ്ങളിലേക്ക് വലിച്ചു വന്ന് ആകർഷിക്കുകയാണ്. നിങ്ങളെ സ്പർശിച്ചുകൊണ്ട് നിങ്ങളുടെ ചുറ്റും അത് പൊഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അൺലിമിറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ ഫീൽ ചെയ്തുകൊണ്ട് പറയണം, ഐ ആം ദ മണി മാഗ്നറ്റ്. ഞാൻ ധനത്തിൻ്റെ കാന്തമാകുന്നു. ഒരു കാര്യം വെറും വാക്കല്ല, വിത്ത് ഫീലിംഗ്, അനുഭൂതി ചെയ്തുകൊണ്ട്, അത് കണ്ടുകൊണ്ട്, അത് നമ്മളിലേക്ക് വന്ന് നിറഞ്ഞ് നമ്മൾ തട്ടി നിറച്ചിങ്ങനെ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഫീൽ ചെയ്തുകൊണ്ട് പറയൂ, ഞാൻ ധനത്തിൻ്റെ കാന്തമാകുന്നു. ഇത് നിങ്ങളുള്ളിൽ നിന്ന് ധനവും നിങ്ങളും തമ്മിലുള്ളതായിരിക്കുന്ന ഗ്യാപ്പ് ഇല്ലാണ്ടാക്കും. പണ്ട് എപ്പോഴൊക്കെയോ പറഞ്ഞ് ശപിച്ച എല്ലാ ശാപത്തിനുപരിയായിക്കൊണ്ട് ഹൃദയത്തിൽ നിന്നുള്ളതായിട്ടുള്ള സ്നേഹം അങ്ങ് അതിൽ നിറയ്ക്കും. അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. മൂന്നാമത്തെ വാചകം പറയേണ്ടത്, എൻ്റെ ജീവിതത്തിലേക്ക് ദിവസവും ഒഴുകിയെത്തുന്ന അനന്തമായ സമൃദ്ധിക്ക് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് ദിവസവും ഒഴുകിയെത്തുന്ന അനന്തമായ സമൃദ്ധിക്ക് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഇവിടെ ലിമിറ്റ്ലെസ്സായി എനിക്കിത്ര പൈസ വേണം, എത്ര പൈസ വേണം, അതെല്ലാം മാറ്റിവെച്ചു. കാരണം പ്രപഞ്ചനാഥൻ ഈശ്വരൻ നമ്മുടെ അച്ഛനാണ്. ഈശ്വരൻ്റെ രചനയാണ് ഈ സൃഷ്ടിയിലുള്ളതെല്ലാം. അതുകൊണ്ട് ഞാൻ ഈശ്വരൻ്റെ കുട്ടിയാണെന്ന് എന്നെ മാനിക്കുമ്പോൾ ധർമ്മത്തിൻ്റെ രീതിയിൽ ഞാൻ നല്ല കാര്യത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുമെന്ന് എന്നിൽ ഉറപ്പിക്കുന്നതിന് തുല്യമാണ് അത്തരം വാക്കുകൾ. നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ, നന്മയുള്ള പോസിറ്റീവ് എനർജിയായ ധനം അത് നമ്മളിലേക്ക് ഒഴുകി നിറയുകയാണ്. അതെന്നും വരികയാണ്, ഒരു ദിവസമല്ല, എല്ലാ ദിവസവും നമ്മുടെ അടുത്തേക്ക് വരികയാണ്. നമ്മൾ ധനത്തെ തേടി പോവുകയല്ല, ധനം എന്നിലേക്ക് ഒഴുകി എത്തുകയാണ്. ധനം ഇല്ലായ്മയുടെ ഫീലിംഗ് അവിടെ കളഞ്ഞു, ഇല്ലാത്ത വിഷമിച്ചതായിട്ടുള്ള എല്ലാ സങ്കടങ്ങളെയും കളഞ്ഞു. അവിടെ എന്നെ തേടി വരുന്ന നല്ല സുഹൃത്തിന്, ആ നല്ല സമൃദ്ധിന്, ഈശ്വരൻ്റെ അനുഗ്രഹത്തിന്, ഈശ്വരൻ്റെ കുഞ്ഞായ ഞാൻ ഈശ്വരനിൽ നിന്ന് അത് സ്വീകരിക്കുകയാണ്. ആ ഫീലിങ്ങോടുകൂടി എൻ്റെ ജീവിതത്തിലേക്ക് ദിവസവും ഒഴുകിയെത്തുന്ന ആ അനന്തമായ സമൃദ്ധിയെ ഞാൻ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു എന്ന് പറയൂ. എല്ലാ ബ്ലോക്കുകളെയും കട്ട് ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് സന്തോഷവും. ഈ വാക്ക് നിങ്ങൾ ഇതുപോലെ ഒരുപാട് ഉറക്കിയല്ല പറയേണ്ടത്, അല്ലെങ്കിൽ മന്ത്രിക്കല്ല വേണ്ടത്. ഒരു കാര്യം പറയുകയാണ്, ധനത്തിൻ്റെ അഫർമേഷൻ പറയുമ്പോൾ ആരെങ്കിലും കേൾക്കോ എന്നൊന്നും നിങ്ങൾ പേടിക്കണ്ട. ബിക്കോസ് ഇത് പേടിക്കേണ്ട കാര്യമല്ല, ഇത് ആവശ്യമായ കാര്യമാണ്. പറയുമ്പോൾ പലരും ധനം വേണമെന്ന് പറയുമ്പോൾ അത് അത്യാഗ്രഹമായി പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ലോഭമാണെന്ന് പറയാം. ഇതൊന്നുമല്ല. ധനം ഈശ്വരൻ്റെ ബ്ലെസ്സിങ് ആണ്. ധനം അവശ്യമായ കാര്യത്തിനില്ലാതെ ആർക്കും ജീവിക്കാനേ സാധ്യമല്ല. അവശ്യ സാധനങ്ങളിലൊന്നാണ്. അതിൻ്റെ പിന്നാലെ ഓടിപ്പോകേണ്ട സാധനമല്ല, അത് നമ്മളെ തേടി വരേണ്ട സാധനമാണ്.
നമ്മുടെ പോസിറ്റിവിറ്റിയിൽ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടേണ്ട സാധനമാണ്. അതുകൊണ്ട് ധനം എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും എന്നിലേക്ക് ഒഴുകിയെത്തുന്ന അനന്തമായ സമൃദ്ധിക്ക് ഞാൻ ഹൃദയപൂർവ്വമായി നന്ദി പറയുന്നു. ഫീൽ ചെയ്ത് പറയൂ. ആ ഹൃദയപൂർവ്വം നന്ദി പറയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്നേഹം നിറയുമ്പോൾ, അഥവാ കണ്ണുകൾ ഈറനണിഞ്ഞാലും അത് ബ്ലെസ്സിങ് ആണ്. കണ്ണുകളിൽ നിന്ന് 2 മുത്തടർന്നു വീണാലും അത് ബ്ലെസ്സിങ് ആണ്. അത് ഈ പ്രപഞ്ചം അതിൻ്റെ മുത്തായിട്ട് കോർത്ത് കഴുത്തിലണിഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് അനന്തമായി പ്രവഹിപ്പിച്ചോളും. ഈശ്വരൻ അത് സ്നേഹത്തിൻ്റെ പോസിറ്റീവ് എനർജിയുടെ ഗിഫ്റ്റായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങളെ ബ്ലെസ് ചെയ്യുള്ളൂ. അത്തരത്തിൽ ധനത്തെ സ്നേഹിച്ചുകൊണ്ട് 3-ാമത്തെ വാചകം. ഇനി മറ്റു 3 വാചകങ്ങൾ, ഇന്നത്തെ വീഡിയോൻ്റെ ലെങ്ത് ഇത്രയായി പോയതുകൊണ്ട് മറ്റു 3 വാചകങ്ങൾ നാളത്തെ വീഡിയോയിൽ തീർച്ചയായിട്ടും സിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒരിക്കൽ കൂടി ഇത്തരം വീഡിയോസ് വേണം സിസ്റ്ററെ എന്നാവശ്യപ്പെട്ട നിങ്ങളുടെ എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും, നിങ്ങൾക്ക് വേണ്ട ധനത്തിൻ്റെതായിട്ടുള്ള എല്ലാ അത്യാവശ്യങ്ങളും വളരെ വേഗം നിറവേറ്റട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ശാന്തി.